ഹലോ കൂട്ടുകാരെ, ഗായ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പറമ്പിൽ നട്ട് പറിച്ചെടുത്ത മഞ്ഞളാണ്. ഇത് നമ്മൾ കുറച്ച് വാട്ടി ഉണങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വാട്ടി ഉണങ്ങുന്നത് കഴിഞ്ഞ് നല്ലത് വാട്ടാത്തതാണ്. അപ്പോൾ ഒരു പകുതി ഞാൻ വാട്ടിക്കഴിഞ്ഞപ്പോഴാണ്, പകുതി പറിച്ച് വാട്ടിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഞാൻ എന്നാ ചെയ്തു, ബാക്കിയുള്ളത് ഞാൻ വാട്ടാതെ ഉണക്കിയെടുത്ത്. ഇതിപ്പോൾ നല്ല ഉണക്കായിട്ടുണ്ടേ. ഇതിനെ പൊടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. ഇത് വാട്ടി ഉണങ്ങിയത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ വാട്ടാതെ ഉണക്കിയതാണേ. നല്ല അരിഞ്ഞ് പച്ച അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇത് ഉണങ്ങിയെടുത്തു. അപ്പം ഇത് ഉണങ്ങിയത് ഞാൻ മിക്സി കുറച്ച് പൊടിച്ചെടുത്തപ്പോൾ നല്ലോണം ശീല പൊടിയാവുന്നുണ്ട് കേട്ടോ, ഈ വാട്ടാതെ ഉണങ്ങിയത്. മറ്റേത് പൊടിക്കുമ്പോൾ കുറച്ച് തരങ്ങ് വരുന്നുണ്ട്. പക്ഷേ ഇത് നല്ല എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് വാട്ടാത്ത ചുമ്മാ അരിഞ്ഞുണങ്ങിയത്. ഇതിന് നല്ല നിറവുമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. രണ്ടിനും നല്ല സ്മെല്ലുണ്ട്. ഈ ടെറസിലേക്ക് വരുമ്പോൾ ഇത് ഉണങ്ങാനിട്ടിരിക്കുമ്പോഴത്തേക്ക് ടെറസിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മഞ്ഞളിൻ്റെ സ്മെല്ലാണേ. നമ്മൾ 4 കണ്ടം മഞ്ഞൾ നട്ടിട്ട് ഒരു 40 കിലോയുടെ അടുത്ത് മഞ്ഞൾ നമുക്ക് കിട്ടി. വിത്തിന് വെച്ചിട്ട് ബാക്കി നമ്മൾ വാട്ടിയും വാട്ടാതെയും ഉണക്കിയെടുത്താണ്. ഒരു 5 വർഷമായിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള മഞ്ഞൾ മുഴുവനും ഞാൻ ഇവിടെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഇപ്പോഴും ഇപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്നവർ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്ന മഞ്ഞളാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആവശ്യമനുസരിച്ച് നമ്മൾ മിക്സി പൊടിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് മില്ലി കൊടുത്ത് പൊടിക്കാമെന്ന് വിചാരിക്കുക ഞാൻ. അപ്പോൾ ഇതിൽ വാട്ടി ഉണങ്ങിയത് പൊതിഞ്ഞ് കെട്ടി വെച്ച് വാട്ടാതെ ഉണങ്ങിയത് പൊടിപ്പിച്ച് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് നമ്മുടെ മഞ്ഞളിൻ്റെ സത്ത്. അതാണ് ഈ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ മഞ്ഞളിൻ്റെ സത്താണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നത് മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. അതിനകത്ത് കളറൊക്കെ ചേർത്ത് എന്തോ പൊടികളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ഈ മഞ്ഞളിൻ്റെ ശകലം വല്ലതുമൊക്കെ ചേർക്കുള്ളൂ. നമ്മൾ വീട്ടിലെടുക്കുന്ന മഞ്ഞളെന്ന് പറയുമ്പോൾ ഒരു ലേശം ഉപയോഗിച്ചാൽ മതി. നല്ല കളറുമുണ്ട്, നല്ല മഞ്ഞളുമാണ്. അപ്പം ഒരു 4-5 വർഷമായിട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇങ്ങനെ ഉണക്കിയെടുത്ത് വെക്കും. എല്ലാ വർഷവും വാട്ടിയാണ് ഉണങ്ങുന്നത്. ഇത് ആദ്യത്തെ പരീക്ഷണമാണ് വാട്ടാത്തത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഒരു ശകലം എടുത്തൊന്ന് പൊടിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്നറിയാൻ. മിക്സിക്കകത്ത് പൊടിച്ചു. നല്ല പൊടിയാണ്, ഒരു കുഴപ്പവുമില്ല, നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണേ. ഇനി ഇത് പൊടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വേറെ വീഡിയോ ഇടാവേ. ഇത് മില്ലിൽ ഉഴവൂര് കൊണ്ടുപോകണം പൊടിക്കണമെങ്കിൽ. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാമേ.